ലാൻഡോ ഡാമ്പിങ്. നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസിലുള്ള ഡാമ്പിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒമേഗയുടെ ഇമാജിനറി വാല്യൂ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിയിരുന്നു. സോ ദിസ് ഈസ് എ ഡാമ്പിങ്. ആ ഡാമ്പിങ് നമ്മളെന്ത് പറഞ്ഞിരുന്നു, അയൺ ലാൻഡോ ഡാമ്പിങ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോണിന് മാത്രമല്ല. നമ്മൾ നേരത്തെ കേസ് കൺസിഡർ ചെയ്തത് ഇലക്ട്രോണിൻ്റെ കേസ് മാത്രമാണ്. പക്ഷേ ഇലക്ട്രോണിൻ്റെ കേസ് മാത്രമല്ല, അയൻ്റെ കേസിൽ എന്തിന് സംഭവിക്കും, ഒരു ഡാമ്പിങ് സംഭവിക്കുന്നുണ്ട്. അയൻ്റെ കേസിലുള്ള ഡാമ്പിങ് എന്ന് പറയുന്നത് മോർ എഫക്റ്റീവാണ്. അതായത് സ്ലോ പ്രോസസ് ആണെങ്കിൽ പോലും മോർ എഫക്റ്റീവാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ്ലി എഫക്റ്റഡ് ബൈ ദ ഡാമ്പിങ്. അതായത് അയൺ അക്വസ്റ്റിക് വേവ് അയൻ്റെ കേസിലുള്ള ഒരു കേസ് എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാൻഡിങ് ഡാമ്പിങ് നടക്കുന്നത്. നമ്മൾ വേവ്സിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു, ഒമേഗ ഡിവൈഡ് ബൈ കെ. അയൺ അക്വസ്റ്റിക് വേവിൻ്റെ കേസിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് കെ ടി ഇ പ്ലസ് ഗാമ കെ ടി ഐ. ഇത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ഹോൾ റെയ്സ്ഡ് ടു 1/2. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അയൺ അക്വസ്റ്റിക് വേവിൻ്റെ കേസിലുള്ള റിലേഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ഒരു ഡിഫറൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അയൺ ടെമ്പറേച്ചറേക്കാളും കുറവാണ് അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ ഇവിടെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് അത് ഒരു നെഗറ്റീവ് സ്ലോപ്പായിട്ടായിരിക്കും എന്തുണ്ടാവുക. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന് അതേപോലെ തന്നെ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ, ഇലക്ട്രോൺ ടെമ്പറേച്ചർ കുറവാണ് ആസ് കമ്പയർഡ് ടു അയൺ ആണെങ്കിൽ ദ ഫേസ് വെലോസിറ്റി ലൈസ് ഇൻ ദ റീജിയൻ ഓഫ് F0 ന്യൂ. അതായത് നമ്മുടെ F0 ന്യൂവിൻ്റെ കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഈ രീതിയിലായിരുന്നു കർവ്. ഇതേ രീതി തന്നെയായിരിക്കും എന്തുണ്ടാവുക, ഫേസ് വെലോസിറ്റിയുടെ കർവ് ഉണ്ടാവുക. എപ്പോൾ ഇഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഐ. മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് നമ്മൾ പറയല് ടി ഇ is equal to ടി ഐ. ഇനി ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി ഐ ആണെങ്കിൽ ഇവിടെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും വളരെ വിദൂരത്തായിരിക്കും, ലൈസ് ഫാർ ഹെവേ. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള അയൺ എന്ന റിലേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ഇവിടെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇവിടെ ആയിരിക്കും ഫേസ് വെലോസിറ്റി വരിക. അപ്പോൾ ഫാർ അവേ ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇലക്ട്രോൺ ടെമ്പറേച്ചർ ഇസ് വെരി ഗ്രേറ്റർ ദാൻ അയൺ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഡാമ്പിങ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പ്ലാസ്മ ഡിസ്പെർഷൻ ഫംഗ്ഷനാണ്. ഇതിന് കൂടുതലായിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഇനി നമുക്ക് പ്ലാസ്മ ഡിസ്പെർഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പ്ലാസ്മ ഡിസ്പെർഷൻ ഫംഗ്ഷൻ നമ്മുടെ ഡിസ്പെർഷൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഡിസ്പെർഷൻ ഫംഗ്ഷൻ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ലാൻഡോ ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ഫോർ അയൺ ആൻഡ് ഇലക്ട്രോൺ. രണ്ടിൻ്റെ കേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു റിലേഷനാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടെത്തിയ ഇക്വേഷൻ ഉണ്ട്, 1 ഈക്വൽ ടു സിഗ്മ, നമ്മൾ കോമൺ ആയിട്ട് എഴുതാണ് ഐ ഇ ഒമേഗ പി ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ F0 ജെ ഡിവൈഡഡ് ബൈ ഡോ വി ഡിവൈഡ് ബൈ വി മൈനസ് ഒമേഗ ബൈ കെ. ഏതിൻ്റെ വി ജെ എന്ന് എഴുതാം, ദെൻ ഡി വി ജെ. ഓക്കെ, ഇവിടെ ജെ സ്റ്റാൻഡ് ഫോർ ഐ ഓർ ഇ. ഐ സൂചിപ്പിക്കുന്നത് അയണും ഇ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് സിഗ്മ ഐ ഇ ഒമേഗ പി ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഒരു തെർമൽ വെലോസിറ്റി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡും ചെയ്യുന്നു. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ F0 ജെ ഡിവൈഡ് ബൈ ഡോ വി ഡിവൈഡ് ബൈ വി ജെ മൈനസ് ഒമേഗ ബൈ കെ ഇൻറ്റു ഡി വി ജെ. ഇനി ഇത്രയും വരുന്ന ടേംസിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ലെറ്റ് ഐ ഈക്വൽ ടു വി ടി എച്ച് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ F0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ വി
ഡിവൈഡ് ബൈ വി ജെ മൈനസ് ഒമേഗ ബൈ കെ ഇൻറ്റു ഡി വി ജെ. ഓക്കെ, ഇനി ഞാൻ ലെറ്റ് ടി സീക്വൽ ടു വി ഡിവൈഡഡ് ബൈ വി തെർമൽ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പുട്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഡി വി സീക്വൽ ടു വി ടി എച്ച് ഇൻറ്റു ഡി ടി എന്നുള്ള ഒരു വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് വി സീക്വൽ ടു വി ടി എച്ച് ഇൻറ്റു ഡി ടി. ഓക്കെ, ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദെൻ ഡോ ഡിവൈഡ് ബൈ ഡോ വി സീക്വൽ ടു ഡോ ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ഡിവൈഡ് ബൈ ഡോ വി. ഫ്രം ദിസ് ഇക്വേഷൻ ഡോ ടി സീക്വൽ ടു എങ്ങനെ എഴുതാം? ഡോ ടി സീക്വൽ ടു വി ടി എച്ച് 1 ഡിവൈഡ് ബൈ വി ടി എച്ച് എന്നുള്ളൊരു വാല്യൂ നമുക്കിവിടെ കിട്ടും. ഡോ ടി ഡിവൈഡ് ബൈ, അതായത് നമ്മുടെ റിലേഷൻ തന്നെ ടി സീക്വൽ ടു വി ഡിവൈഡ് ബൈ വി ടി എച്ച്. അപ്പോൾ ഡി ടി സീക്വൽ ടു എന്ത് ചെയ്താം? വിത്ത് റെസ്പെക്ട് ടു വി ആണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ വി ടി എച്ച് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഡോ വി ഡിവൈഡ് ബൈ ഡോ വി ദറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഡോ ടി ഡിവൈഡ് ബൈ ഡോ വിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? 1 ഡിവൈഡ് ബൈ വി ടി എച്ച് ഇൻറ്റു ഡി ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദെൻ എഫ് സീറോ ജെ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 ഡിവൈഡ് ബൈ റൂട്ട് പൈ വി ടി എച്ച് എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ടി മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ വി ടി എച്ച് സ്ക്വയർ എന്നാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഐ സീക്വൽ ടു വി ടി എച്ച് സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ ഡിവൈഡ് ബൈ ഡോ വി. ഡോ ഡിവൈഡ് ബൈ ഡോ വി അതിന് പകരം എന്ത് കൊടുക്കാം? 1 ഡിവൈഡ് ബൈ വി ടി എച്ച് ഇൻറ്റു ഡി ടി. ദെൻ എഫ് സീറോ ഗ്യാപ്പ്. എഫ് സീറോ ഗ്യാപ്പിന് പകരം 1 ഡിവൈഡ് ബൈ റൂട്ട് പൈ വി ടി എച്ച് ഇൻ്റഗ്രൽ മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ വി ടി എച്ച് സ്ക്വയർ ഇൻറ്റു ഡി വി. ഡി വി എന്ന് പറഞ്ഞാൽ വി തെർമൽ ഇൻറ്റു ഡി ടി ഓൾ ഡിവൈഡഡ് ബൈ വി ജെ. വി ജെ എന്നുള്ള വി നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ വി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വി ജെ. ഓക്കെ, വി ജെ ഈക്വൽ ടു ഫ്രം ദിസ് ഇക്വേഷൻ വി ജെ ഈക്വൽ ടു വി ടി എച്ച്, സോറി ടി ഇൻറ്റു വി ടി എച്ച്. വി ഈക്വൽ ടു ടി ഇൻറ്റു വി ടി എച്ച് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ദെൻ അല്ലെങ്കിൽ ഒരു വി ടി ജെ എന്നുള്ള ടേം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. വി ടി എച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓൾറെഡി ഇതിലില്ലാത്തൊരു ടേമാണ്. അപ്പോൾ നമ്മൾ വി ജെ ഡിവൈഡഡ് ബൈ വി ടി എച്ച് മൈനസ് ഒമേഗ ഡിവൈഡ് ബൈ കെ വി ടി എച്ച് എന്നുള്ള ടേം വരും. ഓക്കെ, ഇനി ഇവിടെ ഒരു വി ടി എച്ച് ഉണ്ട്, ഇവിടെ ഒരു വി ടി എച്ച് ഉണ്ട്, ഇവിടെ വി ടി എച്ച് സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു വി ടി എച്ച് ഉണ്ട്, വി ടി എച്ച് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ദെൻ 1 ഡിവൈഡ് ബൈ റൂട്ട് പൈ പുറത്തേക്ക് എടുക്കാം. വി ജെ ഡിവൈഡ് ബൈ വി ടി എച്ച് ഇത് ടി ആണ്. ഒമേഗ ഡിവൈഡ് ബൈ കെ വി ടി എച്ച് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് സീറ്റ. അപ്പോൾ ഇത്രയും ടേംസ് വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഐനെ മാറ്റി എഴുതാം. അപ്പോൾ ഐ ഈക്വൽ ടു integral minus infinity to plus infinity 1 divided by root 2 pi dt dou by dou t of e raised to minus t square divided by t minus theta, where theta is equal to omega divided by k vth. Okay, then integrate ചെയ്യാം. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. 1 ഡിവൈഡ് ബൈ റൂട്ട് പൈ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഇതാക്കി എടുക്കുക, 1 ഡിവൈഡ് ബൈ ടി മൈനസ് സീറ്റ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഡോ ബൈ ഡോ ടി ഓഫ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ വരും. ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻറ്റഗ്രൽ ദിസ് ഫംഗ്ഷൻ മൈനസ് 1 ഡിവൈഡ് ബൈ ടി മൈനസ് സീറ്റ സ്ക്വയർ into e raised to minus t square into dt. Okay, then from minus infinity plus infinity exponential value കൊടുക്കുമ്പോൾ
ഈ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ റൂട്ട് പൈ, ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ ടി മൈനസ് സീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം. അതിന് വേണ്ടി ഇവിടെ ഇൻ്റഗ്രൽ ഇല്ല കേട്ടോ, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ഡോ ഡിവൈഡ് ബൈ ഡോ സീറ്റ 1 ഡിവൈഡ് ബൈ റൂട്ട് പൈ, അത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ ടി മൈനസ് സീറ്റ ഇൻറ്റു ഡി ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതായത് ഇതിനെ ഡിഫറൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് കിട്ടും. അതായത് സീറ്റ ആണ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം, കാരണം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി സ്ക്വയറും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു സീറ്റ. അപ്പോൾ ഇതിന് മാത്രം ചെയ്താൽ മതി. ഇതിനെ ചെയ്യുമ്പോൾ -1 ഡിവൈഡ് ബൈ ടി മൈനസ് സീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു -1, മൈനസും മൈനസും പ്ലസ് ആയി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റിലേഷനിലേക്ക് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഡിവൈഡ് ബൈ ഡോ സീറ്റ. ഇത്രയും ടേംസിന് പകരം നമ്മൾ സെഡ് സീറ്റ എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. വേർ സെഡ് സീറ്റ ഈസ് കോൾഡ് ഡിസ്പെർസീവ് ഫംഗ്ഷൻ. ഡിസ്പെർസീവ് ഫംഗ്ഷൻ എന്നാണ് കൊടുക്കുക. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ദിസ് വൺ, ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു സെഡ് സീറ്റ ഡാഷ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡിസ്പെർഷൻ റിലേഷൻ നമ്മൾ തുടക്കത്തിൽ എഴുതിയ ഇക്വേഷൻ നമ്മൾ 1 ഈക്വൽ ടു സിഗ്മ ഒമേഗ പി ജെ സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ സീറ്റ ഡാഷ് ഡിവൈഡ് ബൈ സീറ്റ ഇൻറ്റു വി ടി എച്ച് സ്ക്വയർ എന്ന റിലേഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ദിസ് റിലേഷൻ ഈസ് കോൾഡ് പ്ലാസ്മ ഡിസ്പെർഷൻ റിലേഷൻ. പ്ലാസ്മ ഡിസ്പെർഷൻ റിലേഷൻ എന്നാണ് ഇതിന് പറയുക, പ്ലാസ്മ ഡിസ്പെർഷൻ റിലേഷൻ. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ നമുക്ക് അയണിൻ്റെ കേസിലായാലും ഇലക്ട്രോണിൻ്റെ കേസിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ പ്ലാസ്മ ഡിസ്പെർഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ഇത് ചെയ്യാനുണ്ട്, കൈനറ്റിക് എഫക്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന കൈനറ്റിക് എഫക്റ്റാണ് നമുക്ക് ഈ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കൈനറ്റിക് എഫക്റ്റ് ഓഫ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡി സി മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൈറ്റ് ആക്കി എടുക്കുകയാണ്. ഡി സി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതും ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടാപ്പറേഷൻ ആയിട്ടുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വി ക്രോസ് ബി എന്നുള്ള ടേംസ് ഇവിടെ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും ബ്ലാസോവ് ഇക്വേഷനിൽ. അതായത് ബി എന്ന് പറയുന്നത് B0 പ്ലസ് B1 എന്ന് വരും. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, E0 പ്ലസ് E1 എന്താക്കുന്നു, E0 എന്ന് പറയുന്നത് 0 ആക്കി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബ്ലാസോവ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് വി ഡോട്ട് ഡെൽ എഫ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എം ഇ പ്ലസ് വി ക്രോസ് ബി. ആക്സിലറേഷൻ്റെ ടേംസ് നമ്മളോട് കൊടുത്തിട്ടുള്ള ഇക്വേഷനാണ് ഇതിന്. ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് വെലോസിറ്റിൻ്റെ ടേംസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ബ്ലാസോവ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫിനെ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു F0 ന്യൂ പ്ലസ് F1 എന്നുള്ള ടേംസ് ആക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ കൊടുക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, F0 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കേസാണ്, ഇക്വിലിബ്രിയം കേസ്. അപ്പോൾ നമുക്ക് ഡോ F1 ഡിവൈഡ് ബൈ ഡോ ടി, F0ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും, പ്ലസ് വി ഡോട്ട് ഡെൽ F1 അത് 0 ആയിട്ട് പോയി. കാരണം എഫ് ഇതിന് വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് മാത്രമേ ഉള്ളൂ, ഇത് പൊസിഷനും വെലോസിറ്റിയും ടൈമും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. പ്ലസ് ക്യൂ ബൈ എം E1 പ്ലസ് വി ഇൻറ്റു B0 പ്ലസ് B1 ഇൻറ്റു ഡോ ഡിവൈഡ് ബൈ ഡോ വി ഓഫ് F0 പ്ലസ് F1 that is equal to 0. Okay,
then dou f1 divided by dou t plus v dot del f1 പ്ലസ് b0ൻ്റെ ടേംസ് മാത്രം ഇവിടെ നിർത്താണ്. അതുപോലെ f0ൻ്റെ ഓക്കെ നമുക്ക് എഴുതാം q ബൈ എം വി ക്രോസ് b0 ഇൻറ്റു ഡോ f1 ഡിവൈഡ് ബൈ ഡോ വി. ഇവിടെ b1ഉം f1 വരുന്ന കേസ് ക്യാൻസൽ ചെയ്ത് പോകും, കാരണം രണ്ടും പെർട്ടർബേഷൻ ടേമാണ്. ഓക്കെ, ദെൻ അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് പ്ലസ് q ബൈ എം വി ക്രോസ് b1 ഡോ f0 ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ ഡോ വി പ്ലസ് q ബൈ എം E1 dou f0 divided by dou v that is equal to 0. ഇത്രയും ടേംസ് വരും. നമ്മൾ E1 വെച്ച് എഴുതിയിരുന്നു. E1 എടുക്കുകയാണ്, ദെൻ E1 എടുക്കുക, ഇതിൽ നിന്നൊരു ടേം എടുക്കുക. അപ്പോൾ f0 മാത്രമുള്ള ടേം വരുന്നുള്ളൂ, കാരണം E1ഉം f1ഉം ഒരിക്കലും എന്ത് ചെയ്യില്ല, വരില്ല, രണ്ടും പെർട്ടർബേഷൻ ടേമാണ്. ഇനി v ക്രോസ് b0 ഇൻറ്റു ഡോ f0 പ്ലസ് ഡോ f1. ഒരു f0 മാത്രമേ വരുള്ളൂ, f1 മാത്രമേ വരുന്നുള്ളൂ അതിൽ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നു. ദെൻ വി ക്രോസ് b1, അതിൽ f0 മാത്രമേ വരുന്നുള്ളൂ, കാരണം b1ഉം f1ഉം എന്ന് പറഞ്ഞാൽ രണ്ടും പെർട്ടർബേഷൻ ടേമാണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇത്രയും കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ദെൻ ഇനി റെസൊണന്റ് പാർട്ടിക്കിൾസ് മൂവിങ് അലോങ് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ലാൻഡോ ഡാമ്പിങ്ങിന് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള പുതിയൊരു കൈനറ്റിക് എഫക്റ്റാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത് ഡ്യൂ ടു ദ വെലോസിറ്റി കമ്പോണൻസ്. അതിൽ ഒന്നാമത്തെ എന്നുള്ളത് സൈക്ലോട്രോൺ ഡാമ്പിംഗ് ആണ്, സൈക്ലോട്രോൺ ഡാമ്പിങ്ങും. രണ്ടാമത്തത് ജനറേഷൻ ഓഫ് സൈക്ലോട്രോൺ ഹാർമോണിക്സും. അതായത് റെസൊണന്റ് പാർട്ടിക്കിൾസ് മൂവിങ് അലോങ് B0 still cause Landau damping if omega by k is equal to Vth. But two new kinetic effects appear with the velocity components v perpendicular to the magnetic B0. That is first one cyclotron damping and the generation of cyclotron harmonics. Okay. Again, ഹാർമോണിക്സ് ഓഫ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് ജനറേറ്റ് ചെയ്യുന്നത് ഒരു ലാർമർ ഓർബിറ്റിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് E1 ആൻഡ് B1. ഓക്കെ, നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു EX എക്സ്പോണൻഷ്യൽ ഓഫ് IKX മൈനസ് ഒമേഗ ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതാം S ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സി സ്ക്വയർ ഇൻറ്റു എക്സ് that is equal to q divided by m Ex exponential of I Ks minus omega t എന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാം, ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി x is equal to സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 0 ആക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ x0 is equal to 0 and y0 is equal to 0. അപ്പോൾ x is equal to RL sin omega ct, RL sin omega ct. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം, ഇങ്ങനെ എഴുതാം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സി സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഇ എക്സ് എക്സ്പോണൻഷ്യൽ ഓഫ് ഐ ഇൻറ്റു കെ ആർ എൽ സൈൻ ഒമേഗ സി ടി മൈനസ് ഒമേഗ ടി ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഇ എക്സ് എക്സ്പോണൻഷ്യൽ ഓഫ് ഐ കെ ആർ എൽ സൈൻ ഒമേഗ സി ടി e raised to minus I omega into t സെപ്പറേറ്റ് ചെയ്തു. ഇനി ബെസൽ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോവാണ്. e raised to z t minus 1 divided by t divided by 2 that is equal to sigma n from minus infinity to plus infinity t raised to n j n z. ഇവിടെ z is equal to k r l എന്ന് കൊടുക്കുകയാണ്, t is equal to e raised to I omega into ct. അങ്ങനെയാണെങ്കിൽ then e k r l is equal into e raised to I omega ct
minus e raised to I omega ct divided by 2. ഓക്കെ, സൈൻ ഒമേഗ സി ടിയുടെ ഇ റേസ്റ്റ് ടു ഐ ഒമേഗ ടിയും വെച്ചാണ് നമ്മൾ റിലേഷൻ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്നുള്ളത് നമുക്ക് എന്തിനെ അതിന് മുമ്പ് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ഈ ഇക്വേഷനെ മാറ്റി ഓക്കെ ഈ ഇക്വേഷനിലേക്ക് ഇത്രയും വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എം ഇ റേസ്റ്റ് ടു മൈനസ് ഐ ഒമേഗ ടി സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജെ എൻ സെഡ് ടി റേസ്റ്റ് ടു എൻ എന്ന് എഴുതാം. സെയിം റിസൾട്ട് പോലെയാണ് ഇത് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റി, ബെസൽ ഫംഗ്ഷൻ്റെ രീതിയിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ that is equal to x double dot plus omega c square into x is equal to q by m e raised to minus I omega t sigma minus infinity to plus infinity j n z എന്ന് പറഞ്ഞാൽ k r l into t എന്ന് പറഞ്ഞാൽ e raised to I omega c t, that is e raised to I omega c t into n. Okay, that is equal to x double dot plus omega c square into x is equal to sigma minus infinity to plus infinity q by m e n e j n k r l ഇതുകൂടി ഇതിനൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇ റേസ് ടു ഐ ഒമേഗ എൻ ഒമേഗ സി ഇൻറ്റു ടി എന്നെഴുതാം. ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ, ഇതൊരു ഇക്വേഷനാണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എം ഇ സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജെ എൻ കെ ആർ എൽ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ മൈനസ് എൻ ഇൻറ്റു ഒമേഗ സി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഒമേഗ സി സ്ക്വയർ മൈനസ് ഒമേഗ മൈനസ് എൻ ഒമേഗ സി ഹോൾ സ്ക്വയർ. ഇത് ഒരു ഈ ഇക്വേഷൻ ഷോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഫ്രീക്വൻസി കമ്പോണൻസിൻ്റെ ഒരു ഡിഫറൻസിങ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് ഇവിടെ വരും, ഫ്രീക്വൻസി കമ്പോണൻസ്. ഇതൊരു സൊല്യൂഷനാണ്, പക്ഷേ ഇതിൽ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒമേഗയിൽ നിന്ന് എന്ത് ചെയ്യാണ്, എൻ ഒമേഗ സി മൈനസ് ചെയ്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ആ ഒരു ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് ഇവിടെ ഒരു എഫക്റ്റ്, അതായത് കൈനറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് മൂലം ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇത് പറയുന്നത്. റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ചേഞ്ച്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതും ചേഞ്ച് ചെയ്യും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഒമേഗയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് അറ്റ് ഒമേഗ സി സീക്വൽ ടു ഒമേഗ മൈനസ് എൻ ഇൻറ്റു ഒമേഗ സി എന്നുള്ള ടേംസിലായിരിക്കും മാക്സിമം എന്ത് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അതായത് ഈ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൈനറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കൈനറ്റിക് തിയറിയിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ലാൻഡോ ഡാമ്പിങ്ങും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലാസ്മ ഡിസ്പെർഷൻ റിലേഷൻ, പ്ലാസ്മ ഓസിലേഷൻ, അയൺ ലാൻഡോ ഡാമ്പിങ്, അയൺ ലാൻഡോ ഡാമ്പിങ്ങും, അതായത് 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് നമ്മുടെ ബോൾസ്മാൻ ഇക്വേഷൻ, അതെന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഫംഗ്ഷൻ എഫ് ഓഫ് 0 ന്യൂവിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്പർ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കേസ്. ബോൾസ്മാൻ റിലേഷൻ, അതായത് കൈനറ്റിക് തിയറിൻ്റെ ബേസിക് ആയിട്ടുള്ള റിലേഷൻ. ഫോക്കർ പ്ലാങ്ക് ഇക്വേഷൻ, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ചോദിക്കുന്നത് പ്ലാസ്മ ഓസിലേഷൻ ആൻഡ് ലാൻഡോ ഡാമ്പിങ്, ആ ഒരു സെക്ഷൻ ചോദിക്കും. അതുപോലെ പിന്നെ ചോദിക്കാനുള്ള ഒരു ഇതാണ് പ്ലാസ്മ ഡിസ്പെർഷൻ ഫംഗ്ഷൻ.
ഇത്രയും കാര്യങ്ങളൊന്ന് മെയിനായിട്ട് എന്ത് ചെയ്യുക, നോക്കുക, ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതോടുകൂടി 4th മൊഡ്യൂൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.